Hi, welcome to RJ's Physics classes. Atoms, second yearലെ വളരെ ചെറിയ സുന്ദരമായ ഒരു ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒരുപാട് കഥകളും രസകരമായ ഇൻസിഡൻസുമായിട്ടാണ് ആ ചാപ്റ്റർ മൂവ് ചെയ്യണത്. ഓക്കെ, സോ ജെ തോംസൺ, റൂദർഫോർഡ്, മാസ്ഡൺ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് നമ്മളുടെ ആറ്റം എന്ന് പറഞ്ഞ ഈ പുതിയ ഗാർഡനിൽ അല്ലെങ്കിൽ പുതിയ ഫിലിമിൽ ഇതുവരെ അവതരിച്ചത് അല്ലേ. മാസ്ഡൺ, ഗീഗർ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റ് റൂദർഫോർഡിന്റെ അണ്ടറിലാണ് നടത്തിയത്. ആ എക്സ്പെരിമെന്റ് ക്രെഡിറ്റും റൂദർഫോർഡിനുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്പെസിഫിക്കേഷനിൽ അദ്ദേഹത്തിന്റെ ലാബിൽ വെച്ച് നടത്തിയ എക്സ്പെരിമെന്റ്, അദ്ദേഹത്തിന്റെ അണ്ടറിൽ നടത്തിയ എക്സ്പെരിമെന്റ് എന്നും പറയാം. ഓക്കെ, എനിവേ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ആറ്റം മോഡൽ എന്നുള്ളതിൻ്റെ കുറേ ഭാഗങ്ങൾ ശരിയാക്കാൻ റൂദർഫോർഡിന് സാധിച്ചു. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിനോട് കണക്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളും അതിനുശേഷം ബോർ ആറ്റം മോഡലിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ, സോ ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാവുമല്ലോ. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഓക്കെ ആറ്റത്തിന്റെ ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളുടെ ലോകം, അതാണല്ലോ ആറ്റങ്ങളുടെ ലോകം. ഓക്കെ, ഇനി റൂദർഫോർഡ് ആറ്റം മോഡലില് ഗോൾഡ് ഫോയിലില് എന്ത് ചെയ്യാണ്, ആൽഫ പാർട്ടിക്കിൾ ചെന്നിടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചെന്നിടിക്കണ സമയത്ത് അതിൻ്റെ പാത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് ആറ്റം എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ന്യൂക്ലിയസ്. ഇത്രയും ഉണ്ടാവില്ല കേട്ടോ, ഇതിലും ചെറുതാണ്. ഇതാണ് ആറ്റം എന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത് വരിക, ന്യൂക്ലിയസ് വരിക. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ദ ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ദി ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോൾ മേജർ പോർഷൻ പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഓക്കെ, very few of them deflected through small angles, very few of them deflected through large angles, very few of them deflected through large angles, still very few of them deflected backwards. വളരെ കുറച്ചെണ്ണം മാത്രം എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ചെന്ന് അതേപോലെ തിരിച്ചു പോവാണ്. ഓക്കെ, ഇതായിരുന്നല്ലോ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ന് പറയണത്. മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി എന്നുള്ള കണ്ടീഷൻ റൂദർഫോർഡ് എത്തിച്ചത് ഈ കോൺസെപ്റ്റ് എന്നാണ്. മേജർ പോർഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. എപ്പോഴാ ആൽഫ പാർട്ടിക്കിളിന് ഒരു കുഴപ്പമില്ലാണ്ടാണ് പോകാൻ പറ്റുക? ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലാത്തപ്പോൾ. ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ ചെന്ന് ഇടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പോരേണ്ടി വരും, ആൽഫ പാർട്ടിക്കിളിന് തിരിച്ചു പോരേണ്ടി വരും. ഇതാണല്ലോ അവിടെ സംഭവിച്ചത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ടോപ്പിക് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആൽഫ പാർട്ടിക്കിളിന് ഏറ്റവും ക്ലോസ് ആയിട്ട് ന്യൂക്ലിയസിന്റെ അടുത്ത് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കണത്. ഓക്കെ, ഏറ്റവും അടുത്തെത്താൻ പറ്റണേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പിക്ചറിനെ ഒന്ന് മോഡിഫൈ ആണ്, ഞാൻ ഈ ടേം മാത്രം ഒന്ന് മാറ്റാണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് പോവാണ്, ഒരു ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് പോണു. വി നോ ഇറ്റ്സ് ചാർജ് ഈസ് പോസിറ്റീവ്. ഹീലിയൻ ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുക. ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ we know law of conservation of energy will obey in this case, no doubt. law of conservation of energy അവിടെ obey ചെയ്യും. so in the initial state sum of kinetic energy and potential energy which is a total energy. okay, so nuclear dimension വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് ദൂരെയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 വരും. kinetic energy is half mv square. That is equal to, okay, this is the initial state. 1 2
കുറേ ദൂരത്തുള്ള രണ്ട് ചാർജുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R. ദാറ്റ് ഈസ് ഇക്വേഷൻ. ഓക്കെ, ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങനെ പോന്നു. ഇതിനെ നമ്മൾ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തതാണ്, എന്തോ എനർജി കൊടുത്ത് തള്ളിവിട്ടതാണ്. അങ്ങനെ തള്ളിവിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ദാറ്റ് ഈസ് 12mv². ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, എന്നാലും ഞാൻ അവിടെ ഒന്ന് എഴുതിയെന്ന് മാത്രം ഒരു തമാശയ്ക്ക്. ഓക്കെ, സോ ഇറ്റ് ഹാസ് കൈനറ്റിക് എനർജി. ഈ ആൽഫ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, മറ്റാൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അതിന് കൈനറ്റിക് എനർജി ഒന്നുമില്ല, അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണം. ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ അടുത്ത് എത്തും തോറും, ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ അടുത്ത് എത്തും തോറും, ഓക്കെ, ഇതിൻ്റെ അടുത്തേക്ക് എത്തണ സമയത്തിനനുസരിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടിക്കൂടി വരും. കാരണം രണ്ടും ചാർജുകളാണ്, അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. നമ്മൾ എറിഞ്ഞ വെലോസിറ്റി കൊണ്ട് ആൽഫ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് പോകണം. ഓക്കെ, സോ ഇത് ഗോൾഡ് ഫോയിലും ഇത് ആൽഫ പാർട്ടിക്കിളും ആണെങ്കിൽ ആൽഫനെ എറിഞ്ഞ ആ ഒരു എനർജിയിൽ ആൽഫ ഇങ്ങനെ പോവും. ഇയാള് ആൽഫനെ എന്ത് ചെയ്യാണ്, റിപ്പൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇയാളുടെ വെലോസിറ്റി ഒന്ന് കുറയില്ലേ? അങ്ങനെ കുറഞ്ഞിട്ട് ഏതോ മൊമെന്റിൽ ഇങ്ങോട്ട് പോണ ആൽഫ പാർട്ടിക്കിളിന്റെ എനർജിയും ഇവര് തമ്മിലുള്ള റിപ്പൽസീവ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവും. സോ ഇങ്ങോട്ട് വരുന്ന എനർജിയും ഇങ്ങോട്ട് തള്ളണ എനർജിയും ഈക്വൽ വന്നാൽ ആൽഫ പാർട്ടിക്കിൾ അവിടെ നിൽക്കും. അവിടെ നിന്നാൽ കൈനറ്റിക് എനർജി 0ആയി. പക്ഷെ അപ്പൊ ഇവിടെ ഇന്ററാക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി ഇതിനൊരു ഒറ്റ തള്ളലർ തള്ളും പിന്നിലേക്ക്. സോ ഇയാൾ ഇങ്ങനെ വന്നിട്ട് തിരിച്ചാണ് പോകും. അതാണ് നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കണ ഈ ഫിഗർ. ഓക്കെ, ഇത് ഇവിടുന്ന് തിരിച്ചു പോകും. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണത്. ഓക്കെ, ദിസ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇനീഷ്യലി ഇറ്റ് ഹാസ് ഓൺലി കൈനറ്റിക് എനർജി. ഫൈനലി ഇവിടെ എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 1/4πε0 ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e, ഈ ന്യൂക്ലിയസിന്റെ ചാർജ് Ze. അങ്ങനെ എഴുതാനുള്ള കാരണം മനസ്സിലായില്ലേ? അത് ഗോൾഡൻ ആവണം എന്നൊരു നിർബന്ധമില്ല. കാരണം എല്ലായ്പ്പോഴും ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും പറ്റിക്കോളന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സാധനം അതിന്റെ അറ്റോമിക് നമ്പർ കൊടുത്താൽ മതിയല്ലോ, ഡിവൈഡഡ് ബൈ R0 പ്ലസ് ഈ പോയിന്റ് എത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. നമുക്ക് വേണ്ടത് R0, ഇത് 0, ഇത് പോയി, ഇത് 0, ഇതില്ല. 12mv² ഈക്വൽ ടു 1/4πε0 2EZE by R0. So R0 is equal to 1/4πε0 2ZE² divided by 12mv². ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ. സോ ഒരു ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിന്റെ അടുത്തേക്ക് വരുന്നു. ഇവിടുന്ന് നമ്മൾ ഇതിനെ ഹൈ സ്പീഡിൽ പ്രൊജക്ട് ചെയ്യാണ്. സോ ഇറ്റ് ഹാസ് കൈനറ്റിക് എനർജി, ബട്ട് ദ ഡിസ്റ്റൻസ് ഈസ് വെരി ലാർജ്. സോ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. On approaching the alpha particle towards the gold foil, their potential energy will increase. Correspondingly, its kinetic energy will decrease. Okay, then എന്ത് സംഭവിക്കും? At a particular moment, the interactive potential energy become equal to kinetic energy of alpha particle. When both energies are equal, alpha particle will stop. Its kinetic energy becomes 0 due to the repulsive potential energy. It will move back. So the path will be like this. In the initial case, potential energy is 0 and kinetic energy is 12mv². In the final case, potential energy will be there and kinetic energy will be 0. So 12mv² equal to 1/4πε0 2EZE divided by R0. Okay, 1/4πε0 2EZE divided by R0. So R0 equal to 1/4πε0 2ZE² divided by 12mv². ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതുപോലെ ഒരു ടേമും കൂടെ അതിൽ പഠിക്കാണ്ട്, ഇറ്റ് ഈസ്
ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഓക്കെ, ആ പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പറ്റണ എന്തോ അതിനെ കാണിക്കാനുള്ള നമ്പർ, അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കാം. ഇത് നമ്മളുടെ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണ ലൈൻ. ഇത് നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. ഈ ഡീവിയേഷൻ തുടങ്ങണതിന്റെ തൊട്ട് മുന്നേ ഇവിടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കാം. സോ വാട്ട് ഈസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ് ജസ്റ്റ് ബിഫോർ ആൽഫ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഡീവിയേഷൻ. ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ അതിന്റെ വെലോസിറ്റി വെക്ടറും ന്യൂക്ലിയസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണ ലൈനും ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ് just before alpha particle starts its deviation. Idea clear ആയില്ലേ? ഇമ്പാക്റ്റ് പാരാമീറ്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, 1/4 pi epsilon 0 2z e square cot theta by 2 divided by half mv square. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ B equal to kz e square divided by half mv square into root of 1 plus cos theta divided by 1 minus cos theta. ഇങ്ങനൊരു ഇക്വേഷനും ഇമ്പാക്റ്റ് പാരാമീറ്ററിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ഇക്വേഷനും ഇമ്പാക്റ്റ് പാരാമീറ്ററിന് യൂസ് ചെയ്യും. ഇത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഈ 1/4 pi epsilon 0നെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? K എന്നാക്കി മാറ്റിയിട്ടുണ്ട്. 2 എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ ഇല്ല. 1/4 pi epsilon 0 z e square cot theta by 2 by half mv square. ഓക്കെ, ഇവിടെ kz e square by half mv square into root of 1 plus cos theta divided by 1 minus cos theta. ഇതാണ് ഇമ്പാക്റ്റ് പാരാമീറ്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഇക്വേഷൻ മാത്രം മതി. എന്താണ് ആ ക്വാണ്ടിറ്റി എന്നുള്ളതും? ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ് ജസ്റ്റ് ബിഫോർ ആൽഫ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഡീവിയേഷൻ. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേന്. അപ്പോ റൂദർഫോർഡിന്റെ മോഡൽ സയൻസ് ഡിസ്കാർഡ് ചെയ്തു. അപ്പോഴാണ് പുതിയ സയന്റിസ്റ്റ് രംഗപ്രവേശം ചെയ്യണത്. ഓക്കെ, ഹിസ് നെയിം ഈസ് നീൽസ് ബോർ. ബോർ ആറ്റം മോഡൽ. ഓക്കെ, ബോർ ആറ്റം മോഡൽ. ഈ നീൽസ് ബോർ ആരാ? നോ ഡൗട്ട് റൂദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആണ്. റൂദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആണ് നീൽസ് ബോർ. സോ നീൽസ് ബോർ ചിന്തിച്ചതും കറക്റ്റ് ആണ്. എൻ്റെ ടീച്ചറായ റൂദർഫോർഡിന് എവിടെയാണ് തെറ്റിയത്? ഓക്കെ, എൻ്റെ ടീച്ചറായ റൂദർഫോർഡിന് എവിടെയാണ് തെറ്റിയത്? സിമ്പിൾ, വളരെ പെട്ടെന്ന് ഐഡിയ കിട്ടി. ഇലക്ട്രോണിനെ മര്യാദയ്ക്ക് ഫിറ്റ് ചെയ്യാൻ മറന്നു. ഇലക്ട്രോണിനെ മര്യാദയ്ക്ക് ഫിറ്റ് ചെയ്യാൻ മറന്നു. ഓക്കെ, സോ ബോർ കൊടുത്ത കണ്ടീഷനും സെയിം ആണ്. ബോർ കൊടുത്ത കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ഈ സംഭവം പഠിച്ചതാണ്. There is a positive charge massive center called nucleus. Major portion of atom is empty. റൂദർഫോർഡിന്റെ ഈ ഐഡിയാസ് നമ്മൾ കടമെടുക്കുകയാണ്. ഓക്കെ, then around the nucleus electrons will move through some specific path called orbits. Around the nucleus electrons will revolve through some specific path called orbit. While revolving through this orbit, they will not radiate energy. എന്തായിരുന്നു റൂദർഫോർഡിന്റെ മോഡലിന്റെ ഡിമെറിറ്റ്? ഏതോ പാത്തിലൂടെ റിവോൾവ് ചെയ്താൽ
they will radiate energy, its radius will reduce, and finally it will collide on the nucleus. According to Niels Bohr, electron will revolve around the nucleus through some specific path called orbit. While revolving through this orbit, they will not radiate energy. ആ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, എനർജീനെ റേഡിയേറ്റ് ചെയ്യില്ല. ആ പ്രശ്നം തീർന്നല്ലോ, സംശയമില്ലല്ലോ, ആ പ്രശ്നം അവിടെ അവസാനിക്കും. ഓക്കെ, ദെൻ ഫോർ ദിസ് ഓർബിറ്റ് ആംഗുലർ മൊമെന്റം ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇതാണ് ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് for this orbit angular momentum should be integral multiple of h/2π. Angular momentum is nothing but moment of linear momentum, means L equal to R cross P, or L is equal to mvr. So the equation become mvr is equal to nh/2π. ഇതാണ് ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, ബോർ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആണ് ആംഗുലർ മൊമെന്റം ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാല്? ഓക്കെ, സോ ബോറിന്റെ മോഡൽ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ന്യൂക്ലിയസിനെ പറ്റി റൂദർഫോർഡ് പറഞ്ഞതൊക്കെ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. അതന്നെ ബോറും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞ കണ്ടീഷൻ എന്ത് മാത്രമാണ്? ഇലക്ട്രോൺസ് വിൽ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ സം സ്പെസിഫിക് പാത്ത് കോൾഡ് ഓർബിറ്റ്. വൈൽ റിവോൾവിംഗ് ത്രൂ ദിസ് ഓർബിറ്റ് ദേ വിൽ നോട്ട് റേഡിയേറ്റ് എനർജി. ഫോർ ദ പെർട്ടിക്കുലർ ഓർ ഫോർ ദ സ്പെസിഫിക് ഓർബിറ്റ് ആംഗുലർ മൊമെന്റം ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ബോറിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ആംഗുലർ മൊമെന്റം ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ? ഓക്കെ, സോ ഇതിന്റെ സ്പെഷ്യാലിറ്റി സിമ്പിൾ ആണ്. റൂദർഫോർഡിന്റെ മോഡലില് ന്യൂക്ലിയസിന് ചുറ്റും ഏത് വഴി കൂടെ വേണമെങ്കിൽ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാമായിരുന്നു. ആ സമയം നമ്മൾ കിട്ടേണ്ടിയിരുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രാണ്. പക്ഷെ നേരത്തെ പറഞ്ഞു ആറ്റത്തിൽ നമുക്ക് കിട്ടിയത് ലൈൻ സ്പെക്ട്രാണ്. ഓക്കെ, ഇവിടെ കൃത്യമായ പാത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായ എനർജീസ് ഉണ്ടാവും ഉറപ്പല്ലേ? ആ എനർജി എമിഷൻ സ്പെക്ട്രം വരാം, അബ്സോർഷൻ സ്പെക്ട്രം വരാം. അതെപ്പോഴാണ് എമിഷൻ സ്പെക്ട്രം വരാം? ഇതിന്റെ ഒരു ലെവലിൽ നിന്ന് എനർജി ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഓക്കെ, ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ ആ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. ഏതാണ്ട് റിലേറ്റീവിന്റെ വീട്ടിൽ ചെന്ന പോലെയാണ്. 4 ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. 5ാമത്തെ ദിവസം മുതൽക്ക് ചെറിയ ചെറിയ മുറുമുറുപ്പുകളൊക്കെ തുടങ്ങും. അതൊരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആവും. തിരിച്ച് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോരും. ഇറ്റ്സ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതേപോലെ ഇവിടുന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചെന്നാൽ അവിടെ കുറച്ച് സമയമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ മൂപ്പര് തിരിച്ച് താഴേക്ക് തന്നെ പോരും. അങ്ങനെ പോരുമ്പോൾ അത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത എനർജി ഇല്ലേ, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അത് അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് സ്പെക്ട്രാ കിട്ടുക? എമിഷൻ സ്പെക്ട്രം. അതേസമയം ഈ എക്സൈറ്റ് ചെയ്യണ സമയത്താണ് നമ്മൾ സ്പെക്ട്രം നോക്കിയതെങ്കിലോ അത് എനർജി വലിച്ചെടുത്തിട്ടാണ് മേപ്പെട്ട് പോണത്. അപ്പൊ നമുക്ക് കിട്ടുക അബ്സോർഷൻ സ്പെക്ട്രാണ്. അബ്സോർഷൻ സ്പെക്ട്രം നമ്മൾ സാധാരണ എടുക്കുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. അതിൽ എനർജി വലിച്ചെടുത്ത ഭാഗമൊക്കെ ഡാർക്ക് ലൈൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. എമിഷൻ സ്പെക്ട്രം നമ്മൾ സെലക്ട് ചെയ്യുക ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ്. പുറത്തേക്ക് കിട്ടിയ എനർജി മുഴുവൻ നമുക്ക് എന്തായിട്ട് കിട്ടും? വൈറ്റ് ലൈൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 സ്പെക്ട്രം നമുക്ക് കിട്ടും. അതൊരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കാണ് എക്സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡി എക്സൈറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വി വിൽ ഗെറ്റ് ഓൺലി ലൈൻ സ്പെക്ട്രം. ഓക്കെ, ഈ ബോറിന്റെ തിയറിയും എന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്? ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്വാണ്ടം മോഡൽ എന്ന് പറഞ്ഞ പുതിയ മോഡലാണ്. നമുക്കറിയാം ഓർബിറ്റ് എന്നുള്ളതിന് പകരം ഓർബിറ്റൽ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് സയൻസ് എത്തിയിട്ടുണ്ട്. കാണാൻ സാധ്യതയുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് മോഡേൺ ആറ്റം മോഡലുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഈ മോഡൽ മതി. ഓക്കെ, ഇനി
ഈ ചാപ്റ്ററിൽ സംഭവിക്കാൻ പോണ മഹാമഹങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഇനിയുള്ള ടോപ്പിക്കുകളെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ ഒരു ചെറിയ ഔട്ട്ലൈൻ തരാം. നമ്മൾ തുടങ്ങണത് ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അതിനെ നമുക്കറിയാം, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യും. ഇലക്ട്രോൺ ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യും. ഈ റേഡിയസിനെ നമ്മൾ തൽക്കാലം R എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ കണ്ടുപിടിക്കേണ്ടത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ പറ്റി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിൽ ഏത് ഓർബിറ്റിലാണ് ഇലക്ട്രോൺ കറങ്ങണത് എന്നുള്ള എണ്ണം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാം, KL, MN, SP, DF എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓർബിറ്റിന്റെ ആ നമ്പർ പറഞ്ഞു തന്നാൽ വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദാറ്റ് ഓർബിറ്റ് നമുക്ക് പറയാം. ഇപ്പൊ 8ാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? ഇനി റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ കിട്ടില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഈ ഓർബിറ്റുകളിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യണ വെലോസിറ്റി എത്രയാണ്, ഏത് വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് ഈ ഓർബിറ്റിലൂടെ കറങ്ങണ ഇലക്ട്രോണുകളുടെ എനർജി എത്രയാണ്. ഇതാണ് മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റേഡിയസിന്റെ എക്സ്പ്രഷൻ, രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ, മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ ടോട്ടൽ എനർജിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ടോട്ടൽ എനർജി വിത്ത് എ കണ്ടീഷൻ, ഇവര് തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഇക്വേഷനിൽ വെലോസിറ്റിയോ എനർജിയോ ഉണ്ടാവാൻ പാടില്ല, വെലോസിറ്റിയുടെ ഇക്വേഷനിൽ റേഡിയസോ എനർജിയോ വരരുത്, എനർജിയുടെ ഇക്വേഷനിൽ റേഡിയസോ വെലോസിറ്റിയോ വരാൻ പാടില്ല. എന്തൊക്കെയാ സാർ പറഞ്ഞേ, ഒന്നും ചിന്തിക്കണില്ലല്ലോ. പരസ്പരം എന്ത് ചെയ്യരുത്, ഇക്വേഷൻസിൽ പ്രസന്റ് ആവരുത്. മീൻസ് റേഡിയസിന്റെ ഇക്വേഷനിൽ വിന്നോ ഇന്നോ ഉണ്ടാവരുത്, ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊള്ളണം. വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ആറോ ഇയോ വരാൻ പാടില്ല, അത് മാറ്റണം. എന്തെങ്കിലും കാട്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനെ മാറ്റണം. എനർജിന്റെ ഇക്വേഷനിൽ റേഡിയസോ വെലോസിറ്റിയോ വരാൻ പാടില്ല. വന്നാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് mvr is equal to nh/2π. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിനെ പറ്റി ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയെന്നാണ് അർത്ഥം. പിന്നെ കുറച്ച് സ്പെക്ട്രങ്ങളും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഭംഗിയായിട്ടാണ് അവസാനിക്കും. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഞാൻ ചെയ്തത് ആ ചാപ്റ്ററിൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് തരാണ് എന്തൊക്കെ നമ്മൾ അതിൽ കണ്ടുപിടിക്കണം. So first of all we have to find out radius, then we have to find out velocity, then we have to find out energy. Okay, first radius, then velocity, then energy. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ 1 by 1 ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, സോ ബോർ മോഡലിലെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഘട്ടം ഘട്ടമായിട്ട് ഇതിലെ ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അത് ഓരോന്നും കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ആ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആറ്റം എന്നുള്ളത് ഒരു ഹാരായിട്ട് മാറും. കാരണം ഫുൾ നമ്മളെ കൺട്രോളിലാണ്. ഓക്കെ, നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ അതിലെല്ലാ ക്വാണ്ടിറ്റീസും നിൽക്കുന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ടത് അതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബോർ മോഡലിൽ ഒരു തലക്കുന്നാണ് തുടങ്ങിയ അപ്പുറത്തെ തല വരെ വെടിക്കെട്ട് പോലെ നമുക്കാണ് എത്താം. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സോ അടുത്ത വീഡിയോയിൽ റേഡിയസിന്റെ എക്സ്പ്രഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.